ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈദ് ദിനമായിട്ട് വെറുതെ ഒന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അങ്ങനെ പോയപ്പോൾ നമ്മൾ ഹിറ്റ് പാർക്കിൻ്റെ അവിടെ കണ്ട ലൈറ്റ്സും ന്യൂ റൈഡ്സൊക്കെയാണ് ഈദ് പ്രമാണിച്ച് പുതിയതായി വന്നതാണ്. ഇത് ഇപ്പം പുതിയതായി വന്ന മെറാസി ഗലേറിയ മാളാണ്. ഓൾ ബ്രാൻഡഡ് ഐറ്റംസാണ് അവിടെ കിട്ടുന്നത്. എല്ലാം ന്യൂ ബ്രാൻഡ്സ്, ഗുച്ചി, ഡിയോർ, ലൂയി വിറ്റൻ, എല്ലാ ബ്രാൻഡുകളും കിട്ടുന്ന പുതിയ ഷോപ്പിംഗ് മാള് ബഹ്റിനിൽ പുതുതായിട്ട് തുടങ്ങിയ മാളാണിത്. വെറുതെ ഡ്രാഗൺ സിറ്റി, തായ് മാർട്ടൊക്കെ ഒന്ന് കറങ്ങാമെന്ന് കരുതി ഈദ് പ്രമാണിച്ച് എല്ലാവരും ഒക്കെ ഔട്ടിങ്ങിന് പോയി കാണും. അപ്പം നമ്മളും ചെറിയൊരു ഔട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, തായ് മാർട്ട്, ഡ്രാഗൺ സിറ്റി തായ് മാർട്ട്. ചുമ്മാ ഒന്ന് കറങ്ങി ടൈം പാസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എല്ലായിടത്തും ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈദിൻ്റെ പ്രമാണിച്ച് കുറച്ച് ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തായ് മാർട്ടിൻ്റെ എൻട്രൻസ് ആണ്. ഞങ്ങൾ ആദ്യം തായ് മാർട്ടിലോട്ട് വെറുതെ ഒന്ന് കറങ്ങി. തായ് മാർട്ടിൻ്റെ എൻട്രൻസിലൊക്കെ ചില കളികളും ഇതുമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഉടനെ ഒരു ചായക്കട കണ്ടു. ഞങ്ങളവിടെ ഒന്ന് 2 സെൽഫിയൊക്കെ എടുത്തു. മാർട്ടിൻ്റെ സെൻട്രൽ ഏരിയയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും ചെറിയൊരു ഫൗണ്ടനും ഇരിക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ട്. ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. കുറേ പേര് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ നിന്ന്. ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അവിടെ തായ് മസാജൊക്കെ കൊടുക്കുന്നവർ അവിടെ സെൻറ്ററിൽ തായ് മസാജൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ സൗകര്യങ്ങൾ ചിലരൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇതാണ് സെൻറ്ററിലെ ഫൗണ്ടൻ. അതിനകത്തൊരു ചെറു ട്രോളിയൊക്കെ ഉണ്ട്. സെൽഫി എടുക്കാനും കുട്ടികൾ ഡാൻസൊക്കെ കളിച്ച് രസിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ആംബിയൻസാണ് അവിടെ ഉള്ളത്. കുറച്ചൊരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉള്ളത്. അങ്ങനെ നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങി തായ് മാർട്ടിൻ്റെ പുറത്തിറങ്ങി ഡ്രാഗൺ സിറ്റിയിലും ഒന്ന് കറങ്ങി.
നല്ല സാധനങ്ങളും അവൈലബിളാണ് അവിടെ. സിറ്റിയിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഈദിൻ്റെ ദിനത്തോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ എന്തായാലും മ്യൂസിക്സ് ഒക്കെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. കണ്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി അങ്ങനെ ഒരു ഈദ് ദിവസം ചുമ്മാ ഒരു ഔട്ടിങ്. ബായ്.